യുപിയിൽ നിന്ന് വരുന്ന നടുക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. യുപി ലക്നൌവിൽ പിതാവിനെ വെടിവെച്ചു കൊന്ന് ശരീരം വെട്ടി നുറുക്കി വീപ്പയിൽ സൂക്ഷിച്ച മകൻ പിടിയിൽ. 21 വയസ്സുകാരനായ അക്ഷിത് പ്രതാപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചല റീച്ചൽ സണ്ണിയാണ് കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നത്. നോക്ക്, ഒരു വാർത്തയാണിത്. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു ശകലം, വാർത്താ ശകലം. ലക്നൌവിൽ അക്ഷിത് എന്ന് പറഞ്ഞൊരു പയ്യൻ, 21 വയസ്സുകാരൻ, അച്ഛൻ മാനവേന്ദ്ര എന്ന് പറഞ്ഞ ആളെ വെടിവെച്ച് കൊന്നതിന് ശേഷം വെട്ടി നുറുക്കി ഒരു ഭാഗം ഒരു ദൂരമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞു, കുറേ ഭാഗങ്ങൾ വീപ്പയിൽ സൂക്ഷിച്ചു വെച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞു. പോലീസ് അന്വേഷിച്ചപ്പോൾ മകനാണ് കൊന്നതെന്ന് മനസ്സിലായി. അല്ല, പിന്നെ കാരണമാണ് ഭയങ്കര സങ്കടം ഉണർത്തുന്നത്. മകനെ നിർബന്ധമായിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്യണം, ആ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്ന് അച്ഛൻ നിരന്തരമായി നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പക തീർത്തതാണ് മകൻ അച്ഛനെ വെട്ടി നുറുക്കി കൊന്നത്. മുമ്പ് നമ്മൾ അങ്ങനെ ഒരു വാർത്ത പണ്ട് കേട്ടിരുന്നു. ദെൻ എൻട്രൻസ് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലും അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയും അച്ഛൻ നിർബന്ധിച്ചതിൻ്റെ പേരിൽ അച്ഛൻ്റെ തല വെട്ടിയെടുത്ത് 21 കിലോമീറ്ററോളം യാത്ര ചെയ്ത ഒരു മകനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നോക്ക്, ഈ കുട്ടികൾക്ക് സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ പരീക്ഷകളുടെയും മത്സര പരീക്ഷകളുടെയും ദെൻ അതുപോലെ തന്നെ കരിയർ ഓറിയൻറ്റേഷനെയും പാരൻസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്ന കരിയർ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള സമ്മർദ്ദങ്ങളും താങ്ങാൻ പറ്റാതെ വിദ്യാർത്ഥികൾ ക്രൂരത കാണിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. കോട്ടയിൽ പലപ്പോഴും നമ്മൾ ഒരു ആത്മഹത്യയുടെ കോട്ടയായി മാറുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള വാർത്തകൾ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നു. IIT പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. IIT പ്രിപ്പയർ ചെയ്ത് IIT കിട്ടിയാൽ അതിന് ശേഷവും IITയിൽ പഠിച്ചുകൊണ്ടിരിക്കുക, NITയിൽ പഠിച്ചുകൊണ്ടിരിക്കുക, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ ക്ലിയർ ചെയ്ത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടും ആ സമ്മർദ്ദത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, കുട്ടികൾ ക്രൂരരാകുന്നു, അച്ഛനോടും അമ്മയോടും പ്രതികാരം വീട്ടുകയോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് എത്തുകയോ ചെയ്യുന്ന രീതിയിൽ ബന്ധങ്ങൾ വഷളാവുന്നു. നോക്ക്, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം, കണ്ണേ പൊന്നെ മുത്തേ തേനയൊക്കെ എന്നൊക്കെ പണ്ട് കൊണ്ട് നടന്ന മക്കൾ, നമുക്ക് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് വെച്ച മക്കൾ, അവരുടെ സങ്കടങ്ങൾ നമ്മളുടെ സങ്കടങ്ങളായി മാറുക, അവരുടെ കണ്ണീറുകൾ നമ്മളുടെ കണ്ണീരുകളായി മാറുന്ന ഒരു സ്നേഹം പ്രകടിപ്പിച്ച് കാണിച്ച് വളർത്തിക്കൊണ്ടുവരുന്നൊരു മക്കളുടെ അവസ്ഥ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ജീവിക്കുന്നത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, അവരുടെ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഒരു ടിപ്പിക്കൽ മലയാളി ഫാമിലിയിലെ അച്ഛനും അമ്മയും ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ്. എന്നിരിക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും സമ്പത്തും നമ്മളുടെ ഇമോഷനും വ്യയം ചെയ്തതിന് ശേഷം 20, 21, 18 വയസ്സിൽ കുട്ടി ആത്മഹത്യ ചെയ്യുകയോ നമുക്കെതിരെ തിരിയുകയോ ചെയ്യുമുണ്ടാവുന്ന നമ്മളുടെയും അവരുടെയും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. ആത്മഹത്യ ചെയ്തില്ലെങ്കിലും നമ്മളോട് പക വീട്ടിയില്ലെങ്കിലും മാനസികമായി തകർന്ന് ഒരു മൂലയിലായി പോകുന്ന എത്രയോ മക്കൾ, പ്രത്യേകിച്ച് കരിയർ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് ആയി പോകുന്നുണ്ട്. പരീക്ഷയുടെ സമ്മർദ്ദം കൊണ്ട് എൻട്രൻസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടായി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തായിരിക്കും കാരണം? ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഞാൻ മാതാപിതാക്കളോട് പറയുന്നത് 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും. ഒന്നാമത്തേത്, ചെറുപ്പം മുതലേ നിങ്ങൾ മക്കളുമായിട്ട് കാര്യമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ അനക്കങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും കുട്ടി എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ആദ്യം ഒന്ന് ശ്രമിക്കുക. അതോടൊപ്പം ഒരു മാനസികമായൊരു പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാകും നമ്മൾ അവരെ കേൾക്കാനിരിക്കുന്ന സമയം പോലും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവർക്ക് സമയം കൊടുക്കുക, അവരുടെ കൂടെ ആവുക, അവരെ മനസ്സിലാക്കുക, അവരെ അറിയുക. ഇതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ആഫ്റ്റർ ഓൾ നമ്മളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മക്കളാണ്. അത് പാഴായി പോയാൽ പിന്നെ ജീവിതം തന്നെ പോയി എന്നതാണ് മലയാളിയുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത രീതികളും വെച്ചുകൊണ്ടുള്ള അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരമാവധി അവരുടെ കൂടെ നല്ല ഒരു സമയം സ്പെൻഡ് ചെയ്യുകയും അവരെ മനസ്സിലാക്കുകയും അവരുടെ പരാതികളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും വിഷയങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതിലൂടെ കുട്ടിയെ കണ്ടെത്താൻ നമുക്ക് പറ്റും. ഇതിനേക്കാൾ വലിയ
പ്രതിവിധി സത്യത്തിൽ വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, പറ്റുമെങ്കിൽ അവരെ സയൻറ്റിഫിക് ആയിട്ട് അവരുടെ സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അവരുടെ അക്കാദമിക സ്കിൽസ് മാത്രമല്ല, അവരുടെ ഇമോഷണൽ വെൽബീയിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ സ്കില്ലുകൾ, നമ്മൾ പെർഫോമൻസ്, ഇപ്പോൾ ചില സബ്ജക്റ്റുകളിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് എന്തുകൊണ്ടാണ്, അത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു ക്ലാസ് 9th 8th അവസാനത്തിൽ 9th ആദ്യത്തിൽ തന്നെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ ഉണ്ടായാൽ മാത്രം പോരാ, മറിച്ച് ഒരുപാട് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്ത് കൗൺസിലിംഗ് ചെയ്ത് പരിചയമുള്ള കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളെ സമീപിച്ച് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയെ കൃത്യമായിട്ട് അവരുടെ അക്കാദമിക സ്കിൽസുകളും അഭിരുചികളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ശ്രമിക്കാം. തീർച്ചയായിട്ടും രണ്ടാമത്തേത്, വളരെ സയൻറ്റിഫിക് ആയ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ, അഭിരുചി പരീക്ഷകൾ ഉപയോഗിച്ച് അവരുടെ സ്കില്ലുകൾ അതുപോലെ അവരുടെ അഭിരുചികൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ കണ്ടെത്തിയുള്ള മെച്ചം എന്താ? അവരുടെ സബ്ജക്റ്റ് ഇഷ്യൂസ്, അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, അവരുടെ അക്കാദമിക, നമ്മൾ അവരുടെ പറയല്ലോ ഒരു അക്കാദമിക സ്കില്ലുകൾ, അക്കാദമിക പെർഫോമൻസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലാസ്സിലെ മാർക്ക് മാത്രം നോക്കിക്കൊണ്ടൊരു കുട്ടിയെ വിലയിരുത്തുന്നത് ശരിയല്ല. അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. +2 +1 10th 9th മാർക്കുകൾ മാത്രം നോക്കിക്കൊണ്ട് കുട്ടിയെ വിധി എഴുതാൻ പറ്റില്ല. അവൻ്റെ ഇൻറ്റേർണൽ സ്കിൽസ് എന്താണ്, അവൻ്റെ അക്കാദമിക ചായ്വ് എങ്ങോട്ടാണ്, അവൻ്റെ അഭിരുചികൾ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാം. അതിന് പറ്റിയ ചോയ്സസ്, ഒരിക്കലും ജഡ്ജ്മെൻ്റൽ ആവാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ സ്കില്ലുകൾ കണ്ടെത്തി അവനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അവൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ ഒരു 9 മുതൽ ഒരു 10, 11, 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു ഓപ്ഷൻ 1, 2, 3, 4 നമ്മൾ മെഡിസിനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അവൻ്റെ അഭിരുചി കണ്ടെത്തി, അവൻ്റെ സ്കില്ല് കണ്ടെത്തി, അവൻ്റെ മെഡിസിനാണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഡിസൈനിങ് ആണ് അവൻ്റെ കരിയർ, അല്ലെങ്കിൽ ലീഗലാണ് അവൻ്റെ കരിയർ, അതിൽ ഏറ്റവും മികച്ച സ്ഥാപനം. അപ്പോൾ ഒരു കോഴ്സ് 1 നമ്മൾ കണ്ടെത്തി, അതിന് ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ. രണ്ടാമത്തെ കോഴ്സ് 2, അതിൻ്റെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ. കോഴ്സ് 3 അതിൻ്റെ മികച്ച സ്ഥാപനങ്ങൾ. ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ വെക്കുക. സ്ഥാപനങ്ങൾ വെക്കുമ്പോൾ വെറും IIT NIT മാത്രമുള്ള എഞ്ചിനീയറിംഗ് ആണെങ്കിൽ വെക്കേണ്ടത്, മറിച്ച് അവൻ എത്തിപ്പെടാൻ പറ്റുന്ന മികച്ച സ്റ്റേറ്റ് ലെവലിലുള്ള സ്ഥാപനങ്ങൾ. കോഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ 1, 2, 3 ഓപ്ഷൻ വെക്കുന്നത് പോലെ സ്ഥാപനത്തിൻ്റെ കാര്യത്തിലും ഒരു 1, 2, 3 ഓപ്ഷൻസ് വെക്കുക. അത് കിട്ടിയില്ലെങ്കിൽ, IIT കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളത്, NIT കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളത്, സ്റ്റേറ്റ് ലെവലിലുള്ള ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ, അതിലെങ്കിലും അഡ്മിഷൻ കിട്ടുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇനി അതും കിട്ടിയില്ലേ, അവന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, അവൻ്റെ എൻട്രൻസ് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്. അത് എല്ലാത്തിൻ്റെ കാര്യം, അത് മെഡിസിൻ മാത്രമല്ല, എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഇക്കണോമിക്സും പൊളിറ്റിക്സും ജിയോഗ്രഫിയും ഹിസ്റ്ററിയും മാത്രമല്ല, ഡിസൈനിങ്ങും LLB ഒക്കെ പോലുള്ള മേഖലകളിൽ ഏതാണ് കോഴ്സ്, മികച്ച സ്ഥാപനങ്ങൾ. ഇത് പ്ലാൻ ചെയ്ത് വെക്കുക. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവനൊരു സോഷ്യലൈസേഷന് ചെറുപ്പം മുതലേ പരമാവധി, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് വന്നതോടുകൂടി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഘടകം നമ്മുടെ കുട്ടികളുടെ ലൈഫിലേ ഇല്ല. നമുക്ക് പോലും അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സോഷ്യലൈസേഷനുള്ളൊരു സ്പേസ് കുട്ടികൾക്ക് ഉണ്ടാക്കിക്കൊടുത്ത ക്യാമ്പുകൾ, പലതരം സ്റ്റുഡൻസ് ക്യാമ്പുകൾ, ഔട്ട് ബൗണ്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, യാത്രകൾ, ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ എൻഗേജ് ചെയ്യുകയും നാട്ടിലുള്ള മികച്ച ഇത്തരം അന്തരീക്ഷങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും അവരെ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. പലപ്പോഴും അത് നെഗറ്റീവ് ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചില കൂട്ടുകെട്ടുകൾ ഭയങ്കര അബദ്ധങ്ങളിലേക്ക് പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. അതില്ലാതിരിക്കാൻ നമ്മളൊരു സൂക്ഷ്മത കാണിക്കുക. അതോടൊപ്പം ആ സൂക്ഷ്മതയുടെ ഒരു ഫ്രെയിമിൽ ഒതുക്കി കുട്ടിക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യരുത്, വരരുത്. ഞാനത് പറയാൻ കാരണം കുട്ടികൾ കുറിച്ച് മനസ്സിലാക്കുക. കുട്ടികൾ ജയിക്കാൻ മാത്രമല്ല, തോൽക്കാനും കൂടി അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. തോൽവി സ്വീകരിക്കാനും നഷ്ടപ്പെട്ടതിനെ അംഗീകരിക്കാനും അവർക്കൊരു മാനസികാവസ്ഥ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർ സന്തോഷത്തോടെ ജീവിക്കും. ആ സന്തോഷം തന്നെയായിരിക്കും നമ്മളുടെ സന്തോഷം. അവർ മികച്ച കരിയറിലെത്തും, നല്ല കരിയർ ചോയ്സസിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നൊരവസ്ഥ കൂടി ഈ സോഷ്യലൈസേഷനിലൂടെയും ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും ചെയ്താൽ
ഒന്നാമത്തെ കാര്യം അവരെ കൃത്യമായി അവരുടെ കൂടെ സമയം പരമാവധി സ്പെൻഡ് ചെയ്ത് അവരെ മനസ്സിലാക്കുക. 2, അവരുടെ സ്കിൽസ് സയൻറ്റിഫിക് ആയിട്ട് അസസ് ചെയ്യാനുള്ള ടൂൾസ് യൂസ് ചെയ്യുക. 3, അവർക്കൊരു കരിയർ ഓപ്ഷൻ 1, 2, 3 പ്ലസ് ഓൾട്ടർനേറ്റീവ്സും ഓപ്ഷൻസും സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഫിക്സ് ചെയ്യുക. 4, സോഷ്യലൈസേഷനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. അവരെ പരമാവധി ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും അവരുടെ സോഷ്യൽ സ്കിൽസും ഇമോഷണൽ സ്കിൽസും ഇമോഷണൽ മെച്യൂരിറ്റിയും നേടിയെടുക്കാനുള്ള ഒരു സമയം സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, കുട്ടി ആരോഗ്യത്തോടെ വളരും. ഏത് മാനസികമായ, അക്കാദമികമായ, ഇൻ്റലക്ച്വലായ ആരോഗ്യത്തോടെ അവർ വളരുകയും അവർ നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കുകയും നമ്മളും അവരും ഒരുപോലെ സന്തോഷിക്കുകയും ചെയ്യും. അപ്പോൾ ബേസിക്കലി പാരൻ്റ് നല്ലൊരു മെൻറ്റർ ആവണം എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കാര്യങ്ങൾ നല്ല വഴിക്ക് പോയി നമ്മുടെ മക്കൾ നമ്മുടെ കൺകുളിർമകൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.